ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. റവയും മുട്ടയും വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്ലേവറിന് വേണ്ടി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ആദ്യം നമുക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഞാനതിവിടെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ടൊന്ന് അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലൊരു സ്മൂത്ത് ബാറ്ററായിട്ട് തന്നെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അടിച്ചെടുത്ത മാവ് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ അതിൽ ഒട്ടും വെള്ളമൊന്നും കൂടിയിട്ടില്ല. ഈ ഒരു തിക്നെസ്സിൽ വേണം നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാൻ. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. മാവ് നന്നായിട്ടൊന്ന് പതഞ്ഞ് കിട്ടുന്നവരെ നമുക്കിതുപോലെ ബീറ്റ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പലഹാരത്തിൻ്റെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചിട്ട ഭാഗം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. റവ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. വൈകുന്നേരത്തെ ചായക്കൊക്കെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്സ് ഒക്കെ എന്നെ അറിയിക്കുക. ഇപ്പോൾ ഇവിടെ നമ്മൾ അപ്പങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.